ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. വാഹനം അമിത വേഗതയിൽ. പാലക്കാട് അപകടത്തിൽ ലോറി ഡ്രൈവർമാർക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസ്. പാലക്കാട് പനയമ്പാടത്ത് 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത് അപകടം വരുത്തിയ ലോറി ഡ്രൈവർമാർക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത് കല്ലടിക്കോട് പോലീസ്. അമിത വേഗതയിൽ വാഹനം ഓടിച്ച് അപകടം വരുത്തിയതിനാണ് 2 ലോറി ഡ്രൈവർമാർക്കെതിരെയും കേസെടുത്തതെന്ന് കല്ലടിക്കോട് സിഐയും ഷഹീർ പറഞ്ഞു. പ്രജീഷ്, വർഗീസ് എന്നിവർക്കെതിരെയാണ് കേസ്. വഴിക്കടവ് സ്വദേശിയായ പ്രജീഷാണ് എതിർദിശയിൽ വന്നിരുന്ന ലോറി ഓടിച്ചിരുന്നത്. ഈ ലോറിയാണ് വിദ്യാർത്ഥികൾ നടന്നുവന്നിരുന്ന വശത്തുകൂടി സഞ്ചരിച്ചിരുന്ന സിമന്റ് ലോറിയെ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വർഗീസ് ഓടിച്ചിരുന്ന സിമന്റ് ലോറി വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ കരിമ്പ പനയമ്പാടത്ത് ഇന്നലെ വൈകിട്ട് 4 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടം നടന്നത്. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ റിത 13, ഇർഫാന ഷെറിന് 13, നിത ഫാത്തിമ 13, ആയിഷ 13 എന്നിവരാണ് മരിച്ചത്. വിദ്യാർത്ഥികളുടെ ഒപ്പമുണ്ടായിരുന്ന അജ്ന എന്ന വിദ്യാർത്ഥിനി അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. അതേസമയം പരുക്കേറ്റ സിമന്റ് ലോറി ഡ്രൈവർ വർഗീസ് 51, ക്ലീനർ മഹേന്ദ്രപ്രസാദ് 28 എന്നിവര് മണ്ണാർക്കാട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകട സമയത്ത് മേഖലയിൽ ചെറിയ ചാറ്റൽമഴയുണ്ടായിരുന്നു. അല്ലു അർജുൻ ജയിലിലേക്ക്. 14 ദിവസത്തേക്ക് റിമാൻഡ്. ഇടക്കാല ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ. ഹൈദരാബാദ്. തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അറസ്റ്റിനെതിരെ അല്ലു നൽകിയ ഹർജി തെലങ്കാന ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഹൈക്കോടതിയുടെ തീരുമാനത്തിനു ശേഷമേ അല്ലുവിനെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമാവൂ. പുഷ്പയുടെ പ്രീമിയർ ദിവസം അപ്രതീക്ഷിതമായി അല്ലുവും സംഘവും തിയേറ്ററിലെത്തിയത് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതേസമയം ബോധപൂർവം ആരെയും ഉപദ്രവിക്കാൻ അല്ലു ഉദ്ദേശിച്ചില്ലെന്നും തിക്കും തിരക്കും നിയന്ത്രിക്കേണ്ടിയിരുന്നത് പോലീസാണെന്നും അല്ലു ഇതിനൊന്നും ഉത്തരവാദിയല്ലെന്നുമാണ് അല്ലു അർജുന്റെ അഭിഭാഷകർ NBSP വാദിച്ചത്. പുഷ്പ 2 സിനിമയുടെ റിലീസിനോട് അനുബന്ധിച്ച് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും ഒരു യുവതി മരിച്ച സംഭവത്തിൽ രാവിലെ അല്ലുവിനെ തെലങ്കാന പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിരുന്നു. നടന്റെ അപ്രതീക്ഷിത സന്ദർശനമാണ് തിയേറ്ററിൽ തിരക്കുണ്ടാക്കിയതെന്ന് ആക്ഷേപമുയർന്നിരുന്നു. തുടർന്നാണ് പോലീസ് കേസെടുത്തത്. തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഡിസംബർ 4 നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയായിരുന്നു അപകടം. ആന്ധ്ര സ്വദേശിയായ രേവതി 39 ആണ് തിക്കിലും തിരക്കിലും മരിച്ചത്. ഇവരുടെ മകൻ ശ്രീ തേജയെ 9 ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സാണ് അല്ലു അർജുനെ കസ്റ്റഡിയിലെടുത്തത്. ജൂബിലി ഹിൽസിലെ വസതിയിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അല്ലു അർജുന്റെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കൈകാര്യം ചെയ്ത രീതിയാണ് പ്രശ്നത്തിനിടയാക്കിയതെന്നും സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് ലാത്തി വീശേണ്ടി വന്നതെന്നും പോലീസ് പറയുന്നു. അല്ലു അർജുന് പുറമെ തിയേറ്റർ ഉടമയ്ക്കും സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെയും കേസെടുത്തിട്ടുണ്ട്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തിയേറ്ററിലെത്തുന്ന വിവരം ഉടമസ്ഥരെയും പോലീസിനെയും അറിയിച്ചിരുന്നെന്നും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നിർദ്ദേശിച്ചിരുന്നെന്നും അല്ലു അർജുൻ കോടതിയെ അറിയിച്ചിരുന്നു. വസ്തുതകളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ക്രമസമാധാന പരിപാലനത്തിനായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. കുട്ടികൾ കാർ സ്റ്റാർട്ടാക്കി. ചാടിക്കയറിയ ആൾ തെറിച്ചു വീണു. മതിലിലേക്ക് ഇടിച്ചുകയറി. ഒറ്റപ്പാലം. രക്ഷിതാക്കൾ നിർത്തിയിട്ട കാർ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തതിനു പിന്നാലെ മതിലിലേക്ക് ഇടിച്ചുകയറി. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ബേക്കറിക്ക് മുന്നിലായിരുന്നു സംഭവം. രക്ഷിതാക്കൾ ബേക്കറിയിലേക്ക് പോയ സമയത്താണ് കുട്ടികൾ കാർ സ്റ്റാർട്ട് ചെയ്തത്. പിന്നാലെ കാർ മുന്നിലേക്ക് കുതിച്ചു. റോഡ് കുറുകെ കടന്ന കാർ അപ്പുറത്തെ മതിലിൽ ഇടിച്ചാണ് നിന്നത്. ഓടിക്കൊണ്ടിരുന്ന കാറിലേക്ക് ചാടിക്കയറി എഞ്ചിൻ ഓഫ് ചെയ്യാൻ ശ്രമിച്ചയാൾ റോഡിലേക്ക് തെറിച്ചു വീണു. ആർക്കും പരുക്കില്ല. കാറിന്റെ മുൻഭാഗം തകർന്നു. സംഭവം നടന്നപ്പോൾ റോഡിൽ തിരക്കില്ലാത്തത് വലിയ അപകടം ഒഴിവാക്കി. ചൈനീസ് താരം ഗുഗേഷിനെതിരെ മനപൂർവ്വം തോറ്റുകൊടുത്തു. ഗുരുതര ആരോപണം. പിഴ അന്വേഷിക്കണമെന്ന ആവശ്യം. മോസ്കോ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ 18കാരൻ താരം ദൊമ്മരാജു ഗുഗേഷ് ചരിത്രമെഴുതി ജേതാവായതിനു പിന്നാലെ നിലവിലെ ചാമ്പ്യൻ കൂടിയായ ചൈനീസ് താരം ബിനി ലിറൻ മനപൂർവ്വം തോറ്റുകൊടുത്തതാണെന്ന് ആരോപണം. റഷ്യൻ ചെസ് ഫെഡറേഷൻ തലവൻ ആന്ദ്രെ ഫിലാത്തോവാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത്. സിംഗപ്പൂരിലെ സെന്റോസ റിസോർട്ട്സ് വേൾഡിൽ നടന്ന 2024 ലോക ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യനെ അവസാന ഗെയിമിൽ കീഴടക്കിയാണ് 18ാം ലോക ചാമ്പ്യനായി ഗുഗേഷ് കിരീടം നേടിയത്. 58 നീക്കങ്ങളിലാണ് ഗുഗേഷ് ബിനി ലിറനെ തോൽപ്പിച്ചത്. 14 ഗെയിമുകളുള്ള ചാമ്പ്യൻഷിപ്പിൽ 13 കളികൾ തീർന്നപ്പോൾ സ്കോർ നില തുല്യമായിരുന്നു. 6.5 മുതൽ 6.5 വരെ. അവസാന ഗെയിമിലെ ജയത്തോടെ സ്കോർ 7.5 മുതൽ 6.5 വരെ എന്ന നിലയിലായി. 1-4 സ്വരചിഹ്നം അനുസ്വാരം ഗെയിമിലെ 55ാം നീക്കത്തിൽ ബിനി ലിറൻ വരുത്തിയ അപ്രതീക്ഷിത പിഴവാണ് ഗുഗേഷിന്റെ വിജയത്തിലേക്ക് നയിച്ചത്. അവസാനഘട്ടത്തിൽ ബിനി ലിറൻ വരുത്തിയ പിഴവുമായി ബന്ധപ്പെട്ടാണ് റഷ്യൻ ചെസ് ഫെഡറേഷൻ അധ്യക്ഷൻ സംശയം ഉന്നയിച്ചത്.
ഇക്കാര്യത്തിൽ രാജ്യാന്തര ചെസ് ഫെഡറേഷൻ ഫിഡെ അന്വേഷണം നടത്തണമെന്നാണ് ആന്ദ്രെ ഫിലാത്തോവിന്റെ ആവശ്യം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ അവസാന ഗെയിമിന്റെ ഫലം ചെസ് കളിയിലെ പ്രൊഫഷണലുകളിലും ആരാധകരിലും വലിയ ആശ്ചര്യമുളവാക്കിയിട്ടുണ്ട്. മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ ചൈനീസ് താരത്തിന്റെ പ്രവൃത്തികൾ സംശയാസ്പദമാണ്. ഇക്കാര്യത്തിൽ ഫിഡെ പ്രത്യേക അന്വേഷണം നടത്തണം, ഫിലാത്തോവ് ആവശ്യപ്പെട്ടു. റിംഗിലെറിൻ തോൽവിയിലേക്ക് നീങ്ങിയ മത്സരത്തിന്റെ അത്തരമൊരു ഘട്ടത്തിൽ സാധാരണ ചെസ് താരങ്ങൾ പോലും തോൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് വാസ്തവം. 14-ാം ഗെയിമിൽ ചൈനീസ് താരത്തിന്റെ തോൽവി ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ തോൽവി മനഃപൂർവ്വമായിരുന്നുവെന്ന് സംശയിക്കണം, ഫിലാത്തോവ് പറഞ്ഞു. 2023-ൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ യാൻ നീപോംനീഷിയെ തോൽപ്പിച്ചാണ് ഡിങ് ചാമ്പ്യനായത്. ചാമ്പ്യന്റെ എതിരാളിയെ കണ്ടെത്താൻ നടത്തിയ 8 പേർ പങ്കെടുത്ത കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിച്ചാണ് ഗുകേഷ് ഡിങ്ങിനെ നേരിട്ടത്. പാർലമെന്റിൽ ഹിമാചൽ പ്രദേശ് സർക്കാരിനെ വിമർശിച്ച് പ്രിയങ്ക, ഭരിക്കുന്നത് കോൺഗ്രസെന്ന് ഓർമ്മിപ്പിച്ച് BJP. ന്യൂഡൽഹി ലോക്സഭയിലെ കന്നി പ്രസംഗത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് സർക്കാരിനെ വിമർശിച്ച് പ്രിയങ്ക ഗാന്ധി. ഇതിനു പിന്നാലെ ഹിമാചലിൽ സ്വന്തം പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന കാര്യം പോലും പ്രിയങ്കയ്ക്ക് അറിയില്ലെന്ന പരിഹാസവുമായി BJP രംഗത്തെത്തി. സഹോദരനായ രാഹുൽ ഗാന്ധിയെപ്പോലെ പ്രിയങ്കയുടെയും അവബോധമില്ലായ്മയാണ് ഇതിലൂടെ വ്യക്തമായതെന്നും രാഷ്ട്രീയ സർക്കസ് തുടങ്ങിയിട്ടേയുള്ളൂ എന്നും BJP നേതാവ് അമിത് മാളവ്യ പറഞ്ഞു. പ്രാദേശിക കർഷകരുടെ ചെലവിൽ ഹിമാചൽ പ്രദേശ് സർക്കാർ മുൻനിര വ്യവസായികളെ സഹായിക്കുകയാണെന്നായിരുന്നു ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ നടത്തിയ പ്രസംഗത്തിൽ പ്രിയങ്കയുടെ ആരോപണം. രാജ്യത്തെ കർഷകർ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അവർ ദൈവത്തിന്റെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നതെന്നും ഹിമാചലിൽ ഇന്ന് എന്ത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം മുൻനിര വ്യവസായികൾക്ക് അനുകൂലമാണെന്നും പ്രിയങ്ക പറഞ്ഞു. ഇതോടെ ഹിമാചൽ പ്രദേശിലെ സർക്കാർ കോൺഗ്രസിന്റേതാണെന്ന് BJP അംഗങ്ങൾ പ്രിയങ്കയോട് പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെയാണ് തന്റെ വിമർശനമെന്നും അദാനിയെ സംരക്ഷിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്നും പ്രിയങ്ക തിരിച്ചടിച്ചു. സ്വന്തം സർക്കാരിനെ വിമർശിച്ചതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയെ പരിഹസിച്ച് ട്രോളുകളും വന്നും തുടങ്ങി. സ്വകാര്യ ഭൂമിയിലെ ചന്ദനം വെട്ടുന്നതിന് ഇളവ് വരും, വന്യമൃഗങ്ങൾക്ക് തീറ്റ കൊടുത്താലും ശല്യപ്പെടുത്തിയാലും ശിക്ഷ. തിരുവനന്തപുരം വനസംരക്ഷണത്തിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കി വനം ബില്ല് ഭേദഗതി. ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കൂടുതൽ അധികാരങ്ങളാണ് സർക്കാർ ബില്ലിൽ നൽകിയിരിക്കുന്നത്. നിലവിലെ കാട്ടിലെ കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ അറസ്റ്റിനായി മജിസ്ട്രേറ്റിന്റെയും മേൽ ഉദ്യോഗസ്ഥരുടെയും ഉത്തരവിനായി കാത്തുനിൽക്കേണ്ടിവരുന്നുണ്ട്. എന്നാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തിക മുതലുള്ള ഓഫീസർമാർക്ക് ആവശ്യമെന്ന് തോന്നിയാൽ അനുമതി കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഭേദഗതി ബില്ലിലുണ്ട്. ഇതിനൊപ്പം കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴത്തുക വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനം വെട്ടുന്നതിന് നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താനും തീരുമാനിച്ചു. വനം വകുപ്പ് വഴി ചന്ദനമരം വിൽക്കാനുള്ള അനുമതിയും സ്ഥലം ഉടമകൾക്ക് നൽകും. അനധികൃതമായി ചന്ദനം വെട്ടിയാൽ 3 മുതൽ 7 വർഷം വരെ തടവും 25,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളാനുള്ള ഇടമായി സംസ്ഥാനത്ത് വനത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് തടയിടാൻ ശക്തമായ നടപടികളാണ് ബില്ലിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മീനെ പിടിക്കാൻ വനത്തിനുള്ളിലെ ജലസ്രോതസ്സുകളിലെ വിഷം കലർത്തുന്നതുൾപ്പെടെ കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമാക്കും. വനാതിർത്തി നിശ്ചയിക്കുന്ന വേലകളും കയ്യാലകളും തകർക്കുന്നതും കുറ്റകരമാക്കി. തോക്കും വെടിക്കോപ്പുകളുമായി വനത്തിൽ പ്രവേശിക്കുന്നതും വന്യമൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതും അവരെ ശല്യപ്പെടുത്തുന്നതും മീൻപിടുത്തത്തിനായി വനത്തിനുള്ളിൽ കയറുന്നതും ശക്തമായ ശിക്ഷാ നടപടികൾക്ക് ഇടയാക്കും. കുറ്റകൃത്യങ്ങൾക്ക് 1000 രൂപ പിഴ ഈടാക്കിയിരുന്നത് 5000-ആയും 5000 എന്നത് 25,000-ആയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ ക്രിസ്മസിന് 10 ദിവസം അവധിയില്ല. സംസ്ഥാനത്തെ സ്കൂളുകൾ നേരത്തെ തുറക്കും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഇത്തവണ ക്രിസ്മസ് അവധിക്കാലത്ത് 10 ദിവസം ഒഴിവ് ലഭിക്കില്ല. കേരളത്തിലെ സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ കഴിഞ്ഞ ദിവസമാണ് പ്രസിദ്ധീകരിച്ചത്. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്ക് ഡിസംബർ 11 മുതൽ 19 വരെയാണ് പരീക്ഷകൾ നടക്കുന്നത്. സ്കൂളുകളിലെ പരീക്ഷകൾ 20-ന് പൂർത്തിയാക്കി 21-ാം തീയതി മുതലാണ് അവധിക്കാലം ആരംഭിക്കുന്നത്. 11 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ പകരം അന്നേ ദിവസത്തെ പരീക്ഷ 20-ന് നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. കേരളത്തിലെ അവധി ദിവസങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ തീരുമാനം പ്രഖ്യാപിച്ചതാണ്. ഓണം വെക്കേഷനും 10 ദിവസം അവധി ലഭിച്ചിരുന്നില്ല വിദ്യാർത്ഥികൾക്ക്. ക്രിസ്മസിനും 9 ദിവസം മാത്രമാണ് കുട്ടികൾക്ക് അവധി ലഭിക്കുക. 20-ന് അടയ്ക്കുന്ന സ്കൂളുകൾ ഡിസംബർ 30-ന് തന്നെ തുറക്കും. പ്രാദേശിക അവധികളുള്ള സ്ഥലങ്ങളിൽ അത് ബാധകമായിരിക്കും. 2023-ലും ക്രിസ്മസിന് 10 ദിവസത്തെ അവധിക്ക് പകരം 9 ദിവസം മാത്രമാണ് അവധി ലഭിച്ചത്. അതിനു മുന്നേയുള്ള വർഷങ്ങളിൽ കൃത്യമായി 10 ദിവസങ്ങളായിരുന്നു അവധി ലഭിച്ചിരുന്നത്. രാവിലെ 10 മുതൽ 12:15 വരെയും ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെയുമാകും പരീക്ഷ. വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള പരീക്ഷ 2 മുതൽ 4:15 വരെ ആയിരിക്കും. ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ 2.5 മണിക്കൂർ ദൈർഘ്യത്തിലായിരിക്കും പരീക്ഷ നടക്കുക. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമും അനുവദിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വർക്കിംഗ് യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു.
സ്ഥിരം സമിതി അധ്യക്ഷരായ ലിസി മാളിയേക്കൽ, രാജു അമ്പലത്തിങ്കൽ, റംല പോലക്കൽ, മെമ്പർ KM മുഹമ്മദലി, അസിസ്റ്റന്റ് സെക്രട്ടറി ബൈജു തോമസ്, വിവിധ വാർഡ് മെമ്പർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി ആസൂത്രണ പ്രക്രിയയുടെ ആദ്യപടിയായ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ജനപ്രതിനിധികളും വിവിധ നിർവഹണ ഉദ്യോഗസ്ഥരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും നേതൃത്വം നൽകി. 2025-26 വർഷ പദ്ധതിക്കാവശ്യമായ 15 വിഷയമേഖലകളിലായി ഗ്രൂപ്പ് ചർച്ച നടത്തുകയും പദ്ധതി നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും ചെയ്താണ് പരിപാടി സമാപിച്ചത്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അറിയിപ്പ്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ, ബാനറുകൾ, കൊടി തോരണങ്ങൾ എന്നിവ അടിയന്തരമായി നീക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്തപക്ഷം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ WPC 22-750/2018 നമ്പർ കേസിലെ വിധിയിലെ നിർദ്ദേശപ്രകാരം നിയമാനുസൃത പിഴയായ 5000 രൂപ വരെ ഈടാക്കുന്നതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുന്നു. നെല്ലിപ്പൊയിൽ പൂരോട്ടുപാറ രാമറ്റത്ത് ജോർജ് കുട്ടി അബ്രാഹാം 85 നിര്യാതനായി. ഭാര്യ തങ്കമ്മ പുത്തൻപറമ്പിൽ. കുടുംബാംഗം മക്കൾ ഷാജി, സജൻ, സൗദി, റോയ്, ഡൽഹി, ഓമന, നോബിൾ, UK, സൗമിനി, ഡൽഹി, സുമി. മരുമക്കൾ മിനി, മോളി, ശൈല, പൊന്നച്ചൻ, സുജ, ബിജു, ഷിബു. സംസ്കാരം തിങ്കളാഴ്ച 2024 ഡിസംബർ 16 രാവിലെ 10 മണിക്ക് സ്വഭവനത്തിൽ ആരംഭിക്കുന്നതാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.